ദില്ലി കോൺഗ്രസ് അധ്യക്ഷൻ അരവിന്ദർ സിംഗ് ലൗലി രാജിവെച്ചു. ആം ആദ്മി പാർട്ടി സഖ്യത്തിൽ പ്രതിഷേധിച്ചാണ് രാജി. ഇന്നലെയാണ് രാജിക്കത്ത് കൈമാറിയത്. കേജ്രിവാളിന്റെ അറസ്റ്റ് ദിവസം വസതിയിൽ സന്ദർശനം നടത്തിയത് KC വേണുഗോപാൽ നിർദ്ദേശിച്ചതുകൊണ്ട് മാത്രമാണെന്ന് അരവിന്ദ് സിംഗ് ലൗലി പറഞ്ഞു. നോബൽ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബൽ, ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഇത്തരത്തിൽ കോൺഗ്രസ് അധ്യക്ഷന്റെ PCC അധ്യക്ഷന്റെ രാജി എങ്ങനെയായിരിക്കും ബാധിക്കുക? പ്രത്യേകിച്ച് നമുക്കറിയാം, ആം ആദ്മി പാർട്ടിയുമായി ദേശീയ നേതാക്കൾ ഉൾപ്പെടെ അടുത്ത ബന്ധം പുലർത്തുമ്പോഴും ദില്ലിയിലുള്ളവർക്ക്, പ്രാദേശിക നേതാക്കൾക്ക് വലിയ പ്രശ്നം എക്കാലത്തും ഉള്ളതാണ്. വിനീത, ഈ നിർണായക ഘട്ടത്തിൽ അരവിന്ദ് സിംഗ് ലൗലിയുടെ രാജി എന്താണെങ്കിലും കോൺഗ്രസിനെയും ഇന്ത്യ സഖ്യത്തെയും പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങിയിരിക്കുന്ന ഒരു ഘട്ടമാണ്. ആ രാജി എന്ന് പറയുന്ന കാരണങ്ങൾ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള സഖ്യരൂപീകരണത്തിലെ കല്ലുകടികളാണ്. മറ്റൊന്ന്, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലും വേണ്ട രീതിയിൽ PCCയുടെ അഭിപ്രായങ്ങൾ ഹൈക്കമാൻഡ് പരിഗണിച്ചില്ല എന്നൊരു അഭിപ്രായം കൂടി അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് കനയ്യകുമാറിന്റെയും ഉദിത് രാജിന്റെയും സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ PCCയുടെ വാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് അത്തരത്തിലൊരു സ്ഥാനാർത്ഥി നിർണ്ണയം ഉണ്ടായത് എന്നാണ് അരവിന്ദ് സിംഗ് ലൗലി വ്യക്തമാക്കുന്നത്. 2023 മുതൽ അദ്ദേഹം PCC അധ്യക്ഷനാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ കേജ്രിവാളിന്റെ വസതിക്ക് മുന്നിലേക്ക് അരവിന്ദ് സിംഗ് ലൗലി എത്തിയിരുന്നു. അന്ന് വലിയ വാർത്തയായിരുന്നു. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിന് കൂടുതൽ ഊർജ്ജം പകരുന്ന ഒരു വാർത്ത കൂടിയായിരുന്നു അത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ അതിനു പിന്നാലെ ഇപ്പോൾ അതിലും അദ്ദേഹം ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. തനിക്ക് അവിടെ പോകാൻ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. KC വേണുഗോപാൽ, സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ നിർബന്ധപ്രകാരമാണ് താൻ അവിടെ പോയത് എന്നാണ് അരവിന്ദ് സിംഗ് ലൗലി വ്യക്തമാക്കുന്നത്. അതായത് തനിക്ക് അവിടെ പോകാനുള്ള ഒരു താല്പര്യവും ഇല്ലായിരുന്നെങ്കിൽ പോലും നേതൃത്വം അത്തരത്തിൽ തന്നോട് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് താൻ പോയത് എന്നാണ് വ്യക്തമാക്കുന്നത്. എന്താണെങ്കിലും ഈ പറഞ്ഞ വാചകങ്ങൾ എല്ലാം തീർച്ചയായും ഇന്ത്യ സഖ്യത്തെ, പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് സഖ്യത്തിലും വിള്ളലുകൾ ഉണ്ടാക്കുന്നതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെയാണ് ഈ രാജിക്കത്ത് നൽകിയത്. അതിന്റെ വിശദാംശങ്ങൾ ഇന്നിപ്പോൾ പുറത്തു വരികയാണ് ചെയ്തത്. എന്താണെങ്കിലും പാർട്ടി അംഗത്വം അരവിന്ദ് സിംഗ് ലൗലി രാജിവെച്ചിട്ടുള്ള 2017 സമാനമായി തന്നെ അദ്ദേഹം രാജിവെച്ചുകൊണ്ട് BJPയിൽ പോവുകയും എന്നാൽ 2 ദിവസം കഴിഞ്ഞ്, പ്രത്യേകിച്ച് കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും കോൺഗ്രസിലേക്ക് മടങ്ങിയെത്തുകയും ചെയ്ത നേതാവാണ്. ഇനിയിപ്പോൾ വീണ്ടും അദ്ദേഹം അത്തരത്തിൽ നീക്കം നടത്തുമോ? കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായും രാജിവെച്ചുകൊണ്ട്, പ്രാഥമിക അംഗത്വം ഉൾപ്പെടെ രാജിവെച്ചുകൊണ്ട് BJPയിൽ പോകുമോ എന്ന സംശയങ്ങൾ ഉൾപ്പെടെ ഈ ഘട്ടത്തിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ദില്ലിയിൽ ഏറെ പ്രതീക്ഷയുണ്ടായിരുന്നു. 7 സീറ്റുകളും വിജയിക്കാൻ കഴിയുന്ന പ്രതീക്ഷ നിലനിൽക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാജിവെച്ചുകൊണ്ട് സഖ്യത്തെയും കോൺഗ്രസിനെയും ഒരുപോലെ പ്രതിസന്ധിയിലും പ്രതിരോധത്തിൽ ആക്കിയിരിക്കുന്നത്. വിനീത, ശരി.